നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാലമ്മേ, വീടെത്തി. അമ്മേ, എന്തൊരു ടേസ്റ്റ്, നല്ല തണുപ്പ്. നീ കഴിക്കടാ, ഇന്ന് നമ്മുടെ ദിവസമല്ലേ. ഞാൻ അമ്മയുടെ മോനല്ലേ, അമ്മ പറഞ്ഞ വിട്ട് കളയോ? അങ്ങനെ വേണം. എന്തോ ഒരു ടേസ്റ്റാ. എല്ലാവർക്കും സുസ്വാഗതം. എന്തു പറ്റി, ലേറ്റ് ആയല്ലോ? മാഷേ, ഐസ്ക്രീം വേണോ? മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ. കഴിച്ചോ, വേണോ? വാനേ. മാഷിന് എന്തിനാ ഇപ്പൊ ഐസ്ക്രീം ഒക്കെ? അതിലും വലിയ മധുരം നീ കരകുത്തി വെച്ച് കൊടുത്തില്ലടാ. അതൊക്കെ മതി മാഷിന്. ഓ, ഇനിയിപ്പൊ ഇതൊന്നും അകത്തേക്ക് ഇറങ്ങില്ല. അങ്ങനെയല്ല അമ്മേ, ഞാൻ മൂത്ത മകനല്ലേ, ഞാൻ കൊടുത്ത മാഷ് കഴിക്കും. ഓ മാഷെ വാ, വാനേ. ഒരു ശക്തിക്ക് ഇവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ചാരു, ഈ റാസ്കലിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഇനി ഞാൻ വെറുതെ വിടലടാ. നീ ഇനി ഇവിടെ വേണ്ട. ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന്. ഇവനെ വിശ്വസിച്ചോണ്ടാ ഇതൊക്കെ നടന്നത്. സ്വന്തം കുടുംബത്തെ ചതിച്ചവനാ ഇവൻ. അച്ഛനാണെങ്കിൽ ഇവനെ മകനായിട്ട് കണ്ടു. ചേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. നീയും ഇവൻ മാറിയെന്ന് വിചാരിച്ചില്ലേ? അരവിന്ദേട്ടന്ന് സന്തോഷത്തോടെ വിളിച്ചില്ലേ നീ? കാര്യമില്ല, നന്നാവില്ലവൻ. ലോകത്ത് ഒരു ശക്തിക്ക് ഇവനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ല ചാരു, ഈ റാസ്കലിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന്. എന്താടാ ഷോ കാണിക്കണ നീ? എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാക്കിയത് ആരാണെന്ന് അറിയോ? അറിയോന്ന്? ഇയാളാ സ്വത്തെല്ലാം തിരികെ എഴുതി കൊടുത്ത് ശ്രേയെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ല ഇയാള്. അപ്പൊ നിന്റെ ഈ രോക്ഷമൊന്നും ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ ആർത്തുല്ലസിച്ചു. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടപ്പോ നിനക്കൊക്കെ പൊള്ളുന്നുണ്ടല്ലേ? അതുപോലെയാടാ ഇയാള് വാക്ക് പറഞ്ഞെന്നെ പറ്റിച്ചപ്പോ എനിക്കും പൊള്ളിയത്. എന്നെ ഇയാൾ ചതിച്ചപ്പോ ഇയാളോട് നിനക്ക് പറയാറുന്നില്ലേ? ഈ തന്തയോട്
അത് തെറ്റാണ് ചെയ്യരുതെന്ന്. ഹ, ആ ചതിക്ക് നീയും കൂടെ നിന്നു. അതാടാ ഞാൻ കാത്തിരുന്ന് തിരിച്ചടിച്ചത്. മതിയടാ മോനെ, നമ്മള് സന്തോഷിക്കുന്ന കണ്ടാലേ നിന്റെ അച്ഛന് സഹിക്കില്ല. പ്രായമായ ആളല്ലേടാ. ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ? അന്ന് എന്നെ ചതിച്ച സന്തോഷത്തിൽ ഇയാള് പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ കാതി കിടന്ന് മുഴങ്ങ. ഞാൻ അപ്പ തീരുമാനിച്ചതാ ഒരു മറുപടി. ദാ, നീ ചതിച്ചത് ഞങ്ങളെയല്ല, നിന്നെ തന്നെയാ. നീ പോടാ. ഇപ്പൊ എങ്ങനുണ്ട് മാഷെ? ചതിക്കപ്പെട്ടവന്റെ വേദനയുണ്ടോ മനസ്സില്? ഞാൻ അനുഭവിച്ച അതേ വേദന ഉണ്ടോന്ന്? നിർത്തട. നീ ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും. അനുഭവിക്കുന്നേ. ശരിയാ, ഞാൻ അനുഭവിക്കും. ശ്രീയെ കല്യാണം കഴിച്ച് സന്തോഷകരമായ ഒരു ജീവിതം അനുഭവിക്കും. അത് കണ്ട് നിന്റെ എല്ലാം ഉറക്കം നഷ്ടപ്പെടും. ഏട്ടന് ഒരിക്കലും സന്തോഷം കിട്ടില്ല. ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നത് ഏട്ടന്റെ അമ്മയുടെ ആയിരിക്കും. അയ്യോ മക്കളെ, നീ തുണിക്കച്ചവടക്കാരിയെ കണ്ട് വല്ലാതെ നെകളിക്കല്ലേ. ഉടനെ തന്നെ ഇവളീ വീട്ടിൽ നിന്ന് ഔട്ടാവും. പാലമ്മാശിന് ഇനി പുറത്തിറങ്ങണമെങ്കിൽ ഉടുത്ത മുണ്ടൂരി തലയിലിടണം. നാട്ടാരി മുഖം കണ്ട കാറി തുപ്പും. മതി. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ബാലമാമൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. മനസാക്ഷി ഇല്ലാത്ത ആളാന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കി. അതാ ബാലമാമൻ ചെയ്ത തെറ്റ്. അയ്യോ പാവം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എവിടെ ചെന്ന് പ്രായശ്ചിത്തം ചെയ്താലും പോരാതെ വരും. ഓ മൈ ഗോഡ്. തുണിക്കച്ചവടക്കാരി എന്തൊരാവേശമായിരുന്നു എന്റെ കല്യാണം മുടക്കാനായിട്ട്. കരയോക്കാരെ വിളിക്കുന്നു, നാട്ടുകാരെ വിളിക്കുന്നു. ഓ എന്തൊക്കെയായിരുന്നു. പക്ഷേ ചീറ്റിപ്പോയി. എന്നാ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നു. എല്ലാരും മുന്നിൽ എന്റെ ശ്രേയുടെ കാലേ വീഴ്ചില്ലേ നിന്നെ. ഇനി നിന്നെ എന്റെ മുന്നിൽ കാണരുത്. ഞാൻ വരുന്നത് കണ്ട എവിടെങ്കിലും മാറി നിന്നോണം. എന്റെ ചാരു എങ്ങോട്ട് മാറി നിൽക്കില്ല, നിന്റെ മുന്നിൽ തന്നെ നിൽക്കും. പിന്നെ ഇപ്പോഴും നിനക്ക് വിശ്വാസമുണ്ടോ ശ്രേയമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കുന്നു? അത് നിന്റെ വെറും മോഹമാണ്. എന്റെയും ശ്രേയുടെയും കല്യാണം മുടക്കാൻ എന്നെ കൊണ്ടാവുന്നൊക്കെ നീ ചെയ്. എന്നാലേ എന്റെ കല്യാണത്തിന് ഒരു ത്രില്ലുണ്ടാവും. അല്ലേ? ത്രില്ല് വേണം. ആ ചീഫ് എഞ്ചിനീയറെ കെട്ടാൻ നിനക്ക് യോഗമില്ല. നിനക്ക് കിട്ടിയനെ കണ്ടില്ലേ തുണിക്കച്ചവടക്കാരി. നീ ഇവിടെയും കെട്ടിപ്പിടിച്ചിരുന്നോ? അപ്പോ ആയിരപ്പറ വീട്ടിൽ അരവിന്ദന്റെയും ചിറ്റേഴത്ത് ശ്രേയാ രാജേശ്വരിയുടെയും കല്യാണത്തിൽ പങ്കെടുത്ത് മൂക്കറ്റം വെട്ടി വിഴുങ്ങിയിട്ട് ഏമ്പക്കവും വിട്ട് പോയാ എനിക്കും എന്റെ അമ്മയ്ക്കും സന്തോഷാവും.